ഒരു അസർ ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനോട് ഈ അബ്ബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അറബിയിൽ അറിയപ്പെട്ടതാണ് അബ്ബൻ എന്ന് പറഞ്ഞാൽ. അബ്ബുൻ എന്നാണ്, അതിനെ നസ്ബ് ചെയ്യുമ്പോൾ അബ്ബ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുല്ലാണെന്നുള്ളത് അറബി ഭാഷയിൽ അറിയാത്ത വാക്കല്ല. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചതൊരു പക്ഷേ ഏത് തരം പുല്ലെന്നോ അങ്ങനെ മറ്റോ ആയിരിക്കാം, അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങളായിരിക്കാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് അയ്യു സമാഇൻ യുദില്ലുനി, ഏത് ആകാശമാണ് എനിക്ക് തണൽ തരിക. അയ്യു അർദിൻ തുഖില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക. ഇദാ ഖുൽതു ഫി കലാമില്ലാഹി ബിറഈ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം തോന്നിയത് പറഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണൽ തരിക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം അതിൽ സ്വന്തം അഭിപ്രായം പറയാൻ അബൂബക്കർ റളിയല്ലാഹുവിന് അധികാരമില്ലെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതും ഖുർആൻ വിശദീകരിക്കുന്നതുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് അതൊന്ന് മനസ്സിലാക്കാം. ഇന്ന് പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം, ഒരായത്ത് ഓതിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യാഖ്യാനങ്ങൾ, അവർക്ക് തോന്നിയത് അതുമായിട്ട് ഒരു ആയത്ത് എന്തോ ഒരു സാമ്യം തോന്നി, അപ്പോൾ അത് അങ്ങ് പറയാം. അങ്ങനെയുള്ള ആളുകളെ കാണാം. അവർ വലിയ വലിയ അഭിപ്രായങ്ങൾ പറയും ഖുർആനെക്കുറിച്ച്. ഒരാൾ പറയുന്നത് കേട്ടു, ഒരു മോട്ടിവേറ്ററാണ്. അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ റക്അത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത്, അതുപോലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ മര്യാദകളെക്കുറിച്ച്, മാതാപിതാക്കളോടുള്ള മര്യാദകളെക്കുറിച്ച്. അപ്പോൾ നമസ്കാരത്തിൽ ഇത്ര റക്അത്താണ്, ഇത്ര വക്താണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത് ഇടപാടുകളാണ്, മനുഷ്യരോടുള്ള ഇടപാടുകൾ, അത് ശരിയാക്കലാണ്. എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുണയോടെയും ഒക്കെ പെരുമാറലാണ്. അതാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ് അടിസ്ഥാനപരമായ ദീൻ. ഇബാദത്തുകൾ അതിന് ശേഷമേ വരികയുള്ളൂ എന്ന് ഒരു വ്യക്തി, അദ്ദേഹം ഖുർആനും സുന്നത്തും പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഖുർആൻ വ്യാഖ്യാനിക്കാൻ പ്രത്യേകിച്ച് യാതൊരു നിയമവുമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അയാൾ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല. പക്ഷെ അവിടെ ആ നോട്ടം തന്നെ ശരിയായിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു രോമം പറിച്ചാൽ, തലയിൽ നിന്നൊരു മുടി പറിച്ചാൽ അതിന് ബലിയെറുക്കണം എന്നുള്ള കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശദമായ കാര്യങ്ങൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ അള്ളാഹു സുന്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇബാദത്തുകളുടെ വിശദാംശങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കണ്ടുപിടുത്തം തന്നെ ശരിയല്ല. വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മുആമലത്തുകളുടെ പല കാര്യങ്ങളും അല്ലേ, സ്വന്തം വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെയും അവരുടെ ഉമ്മയുടെ അനിയത്തിയെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. സഹോദരിമാരെ കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഈ കാര്യം ഖുർആനിലില്ല. അപ്പം അത് മുആമലത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മഹറില്ലാതെ കല്യാണം കഴിക്കുന്നത്, ഷിഹാർ, അത് ഹദീസിൽ വിലക്കിയിട്ടുള്ളതാണ്. അത് ഖുർആനിലല്ല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും മുആമലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഗൗരവം സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. അവർ ഇത്ര ചെറിയൊരു കാര്യം പോലും പറയുന്നത് പേടിച്ചിരുന്നു.